ഷഫി ചാലിയും താങ്കളുടെ പേരാണ് ഇന്ന് രാവിലെ മുതൽ ഉയർന്നു കേട്ടത്. താങ്കൾ ലീഗ് വിമതനായി മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളായിരുന്നു. എന്നാൽ ഇപ്പോൾ താങ്കൾ മത്സരിക്കാനില്ല എന്നുള്ള വിവരമാണ് വരുന്നത്. ഇതിൽ ഒരു സ്ഥിരീകരണം നൽകാൻ സാധിക്കുമോ ഈ ഒരു സമയത്ത്? ഞാൻ വിമതനായി മത്സരിക്കുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നെക്കുറിച്ച് നിങ്ങൾ ടി വിക്കാർ ഓരോ വാർത്ത ഉണ്ടാക്കിയതിന് മുഴുവൻ സമാധാനം പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു സംസ്ഥാന ഭാരവാഹിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് പിന്നെ INL അതുപോലെ നാഷണൽ ലീഗ് തുടങ്ങിയ പാർട്ടികളിലെ എനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു സാധ്യത എൻ്റെ അടുത്ത് ആരാഞ്ഞു. നിങ്ങൾ ഇവിടെ ഒരു സ്വന്തം സ്ഥാനാർത്ഥി നിൽക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് സാധ്യമല്ല. ഞാനത് തീർത്തു പറഞ്ഞു. സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പാർട്ടി ഇങ്ങനെ മാറിക്കളിക്കുന്ന ആളുകളിൽ പെട്ട ഒരാളല്ല ഞാൻ എന്തെങ്കിലും അധികാര സ്ഥാനം ആഗ്രഹിച്ചിട്ടല്ല ഈ പാർട്ടിയിൽ നിൽക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങൾ സീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാനുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, മറിച്ച് പാണക്കാട് തങ്ങൾ ഒരു സീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് എൻ്റെ ഡ്യൂട്ടി. ആ നിലക്ക് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്, TB ഇബ്രാഹിം. അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി എന്ത് പണിയാണ് എടുക്കുന്നത് ആ പണിയാണ് ഞാൻ എടുക്കുക. അതല്ലാതെ പാർട്ടിയെ വഞ്ചിക്കുകയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കാലുമാറുകയോ ചെയ്യാൻ അതിന് വേറെ ആളെ നോക്കണം. അപ്പോൾ ഈ പുറത്തു വന്ന ഒരു പട്ടിക 25 പേരുടെ പട്ടികയാണ് പുറത്തു വന്നത്. അതിൽ താങ്കൾ പൂർണ്ണമായും സംതൃപ്തനാണോ ഈ ഒരു സമയത്ത്? ഏതൊരു പ്രവർത്തകരും പാർട്ടിയിൽ നിന്ന് പട്ടികയിൽ വരാനും പരിഗണിക്കപ്പെടാനും ആഗ്രഹിക്കും. അങ്ങനെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് കഴിഞ്ഞില്ല. അത് എൻ്റെ നിർഭാഗ്യമാണ്. അതൊരു പാർട്ടിയുടെ കുറ്റമല്ല. ഈ പാർട്ടിയിൽ ഹൈ പ്രൊഫൈലുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒന്ന് പരിഗണിക്കാനുള്ള സീറ്റ് പാർട്ടിക്ക് കിട്ടണ്ടേ? 27 സീറ്റ് കിട്ടാത്തതിൽ താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നോ നേതൃത്വവുമായിട്ട്? എവിടെയും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്ത ഉയർന്ന സമയത്ത് താങ്കൾ ഏതെങ്കിലും നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നോ? അല്ല, നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെടുമല്ലോ. അതൊക്കെ ആരൊക്കെ നേതാക്കളാണ്, എപ്പോഴാണ്, അന്നേരം സമയത്ത് ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ല. ഞങ്ങളിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേ നിൽക്കില്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കപ്പെടും എന്ന പ്രതീക്ഷയിൽ നിൽക്കും. പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടുക വേണ്ടത്, അതിനോട് കലഹിക്കുകയല്ല വേണ്ടത്. ഞങ്ങളെ പാണക്കാട് ഞങ്ങൾ പഠിപ്പിച്ച രാഷ്ട്രീയം അതാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരു സാധ്യതകളുടെ കാര്യമാണ്. അത് അപ്പൂപ്പൻ താടി പോലെ എല്ലാവരുടെ തലയിലും അത് വന്ന് മാറി വീഴില്ല. അതിന്റെ ഭാഗ്യമുള്ളവർക്ക് കിട്ടും. അതിൽ ബാക്കിയുള്ളവർ നിരാശപ്പെട്ടിട്ടോ അസൂയപ്പെട്ടിട്ടോ കാര്യമില്ല. ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ അത്തരം ചർച്ചകളില്ല. ഇവിടെ പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി കുറഞ്ഞ ദിവസമുള്ളൂ. അതിന്റെ തകൃതിയായ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് ഞങ്ങൾ. മനസ്സിലായല്ലോ? ശരി, വളരെയധികം നന്ദി. ഷഫി ചാലിയും ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന് വള്ളിക്കുന്നിൽ വിമതനായി മത്സരിക്കാനില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ലീഗ് നേതാവ് ഷാഫി ചാലിയും. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്നുമാണ് ഷാഫി ചാലിയും ഇപ്പോൾ നമ്മളോട് നേരിട്ട് പറഞ്ഞത്. അത്തരം വാർത്തകളെല്ലാം തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നു ഷാഫി ചാലിയും. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ഈ വിവരം നമുക്ക് നൽകിയത്. അപ്പോൾ പ്രസാദിലേക്ക് തന്നെയാണ്. പ്രസാദ്, എന്തായാലും ഷാഫി ചാലിയും ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ലീഗ് വിമതനായിട്ട് മത്സരിക്കാൻ താൻ തീരുമാനിച്ചിട്ടില്ല, അത്തരം വാർത്തകൾ മാത്രമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അവസാനം പറഞ്ഞത് പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കുന്നു, അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. വിഷമം തോന്നിയാലും അങ്ങ് തോന്നിയില്ലെങ്കിലും പാർട്ടിക്കൊപ്പം ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ സംതൃപ്തനാണ്, പാർട്ടിക്കൊപ്പം പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പരോക്ഷമായിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പ്രസാദ്? സ്വാതി, അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, INLന്റെ ആളുകൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു, മത്സരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്നു, അവരോടെല്ലാം തന്നെ മത്സരിക്കാനില്ല എന്നതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ ഈ സീറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതൃപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി തീരുമാനം പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പട്ടിക പ്രഖ്യാപിച്ചാൽ അതിനോട് വിയോജിപ്പുണ്ടെങ്കിലും യോജിച്ച് മുന്നോട്ട് പോകുന്നു. ഇനി വള്ളിക്കുന്നിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായി രംഗത്തിറങ്ങും എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം പൂർണ്ണമായി നീങ്ങി എന്നുള്ളത് തന്നെയാണ് ലീഗിന് വലിയ ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും അദ്ദേഹം മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന് വ്യക്തമായതോടുകൂടി തന്നെ ലീഗ് നേതൃത്വം സജീവമായി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും അതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷാഫി ചാലിയും എന്തായാലും മത്സരിക്കാനില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്.